കോവിഡിന്റെ കറുത്ത നാളുകളിൽ ഓക്സിജൻ ക്ഷാമകാലത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേന്ദ്രത്തിനെ നോക്കി ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് കണ്ണീരോടെ കൈകൂപ്പിയതാണ്. അങ്ങേയറ്റം നിസ്സഹായതയുടെ പരമാവധിയിൽ അരവിന്ദിന്റെ കണ്ണുനീരിനൊപ്പം പ്രാണവായുവില്ലാത്ത ഉത്തരേന്ത്യ എന്ന ധാർമ്മിക രോഷത്തിൽ ചങ്ക് പിടഞ്ഞവരാണ് നമ്മൾ. ഏതോ വിദൂര നോർത്ത് ഇന്ത്യൻ നഗരങ്ങൾക്ക് മാത്രം വിധിക്കപ്പെട്ട കെടുതി എന്നൊരു പടുപാഴ് ചിന്ത കടമ്പ്രയാറിൽ ചത്തുമലച്ചപ്പോൾ കൊച്ചിയിലെ കുരുന്നുകൾ, കൊച്ചിയിലെ വയോധികർ, ഗർഭിണികൾ, ഹൃദ്രോഗികൾ, ലക്ഷോപലക്ഷം പരമസാധു മനുഷ്യർക്ക് മൂച്ചുമുട്ടി പ്രാന്തെടുക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. അങ്ങ് ഡൽഹിയുടെ ആകാശം നിറയുന്നത് കച്ചി കത്തിയ പുകയാണെങ്കിൽ ഈ മഹാനഗരത്തിന്റെ ആകാശം താഞ്ഞു നിറയുന്നുണ്ട് പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ, പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, ക്യാൻസർ ഏജന്റ് എന്ന വിളിപ്പേരിൽ ഡിയോക്സിൻ. 7ാം നാളും ആ വിഷപ്പുക അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൊച്ചു ചോദിക്കുന്നു, പിടിപ്പുകേടിന്റെ പര്യായമായ ഒരു കോർപ്പറേഷൻ എന്തിനാണ്? എന്തിനാണ് കല്ലിന് കാറ്റുപിടിച്ച പോലൊരു സർക്കാർ? എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. കരിമ്പുക നിറഞ്ഞ ഇടപ്പള്ളി ആകാശത്തിന് താഴെ ഒരു ഫ്ളാറ്റിൽ പ്ലാസ്റ്റിക് പുകയിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞുമറിഞ്ഞ് കിടന്ന ഒരു രാത്രി. ശ്വാസം കിട്ടാതെ ഒരു ഹൃദ്രോഗി നെഞ്ചു തടവി കിതച്ച കാഴ്ചയുടെ വേദനയിലിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരു സൈബർ സഖാവ് പ്രതികരിക്കുന്നു, നീയൊക്കെ മലിനവായു ശ്വസിക്കലാണ് നല്ലത്. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. അത് അയാളുടെ മാത്രം വെറുപ്പിന്റെ സംസ്കാരത്തിന്റെ ഓക്കാനം എന്നതിനപ്പുറം ഒരു കൂട്ടായ ചിന്തയാണോ എന്ന് 7ാം നാളും ഈ തീക്കുണ്ടം നോക്കി ഒരു കൊച്ചിക്കാരൻ സംശയിച്ചാൽ പഴിക്കാമോ സർക്കാരെ? തീക്കുണ്ടമണഞ്ഞില്ലെങ്കിലും ആ പുകയിൽ തെളിഞ്ഞു വരുന്നുണ്ട് മാലിന്യ കൂമ്പാരത്തിനപ്പുറം അഴിമതിയുടെ ഒരു ബ്രഹ്മാണ്ടം. കോവിഡ് കാലത്ത് അലഞ്ഞു തിരിയുന്ന തെരുവു നായ്ക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അരുളിയ കരുണാമയനായ മുഖ്യമന്ത്രി വിഷപ്പുകയിൽ കുഴയുന്ന ഞങ്ങളുടെ ഈ കുരുന്നുകളെയെങ്കിലും അങ്ങൊന്ന് കാണണം. പ്രിയപ്പെട്ട പിണറായി, ഞങ്ങളുടെ ശ്വാസനാളങ്ങളിൽ വിഷപ്പുകയാണ്, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ.